ഷഫീദ്, ഈ പ്രതിക്ക് മാനസിക രോഗമില്ല എന്നത് പ്രോസിക്യൂഷന്റെ ഒരു നിലപാട് തന്നെയായിരുന്നു. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ മാനസിക പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രതിഭാഗം നടത്തിയ ഈ എന്താണ് ശിക്ഷ കുറയ്ക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ നടത്തിയ നീക്കങ്ങൾ വിജയിച്ചില്ല എന്ന് തന്നെ കരുതാം. ഒപ്പം ഇത്രയും കൊടും ക്രൂരത ചെയ്തുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമെന്ന് എല്ലാ തരത്തിലും പറയാവുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ, വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നത് തന്നെ ആയിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം, അല്ലേ? വിജയമോർ ഉറപ്പായിട്ടും, അതായത് വിചാരണ ഘട്ടത്തിൽ ഇതിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി, ഇതിന്റെ ലക്ഷ്യം, മാത്രവുമല്ല അതിനുശേഷം പ്രതിയുടെ സമീപനം, പ്രതി തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, പ്രതി ഒളിവിൽ പോകാൻ നടത്തിയ ശ്രമം, ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ നിലപാട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളാണ്, മാത്രവുമല്ല എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കേതൽ ജിൻസൺ രാജ പറഞ്ഞിട്ടില്ല കോടതിയിൽ ഇതുവരെ. മാത്രവുമല്ല ഇയാൾ ഈ കുറ്റം ചെയ്തു എന്ന് പോലീസിനോട് സമ്മതിക്കുന്ന ഘട്ടത്തിൽ പോലും വളരെ ബുദ്ധിപരമായി ഇതൊരു ആസ്ട്രൽ പ്രൊജക്ഷൻ, അതല്ലെങ്കിൽ സ്വർഗപ്രവേശന ആഭിചാര വിദ്യ, താൻ ദുർമന്ത്രവാദം നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് നടത്തിയത്. അതല്ലാതെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ പോലീസിന്, അത് ഈ കൊലപാതകങ്ങൾക്ക് മുൻപോ കൊലപാതകങ്ങൾക്ക് ശേഷമോ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പല മെഡിക്കൽ ബോർഡുകൾ ചേർന്ന് പോലീസ് ആ വിവരം ശേഖരിച്ച് സ്ഥിരീകരിച്ച് കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ കരുതിക്കൂട്ടി നടത്തിയ കൊല, അതിന്റെ മോട്ടീവ് എന്ന് പോലീസ് ഇപ്പോൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ വാദിച്ചത് 3-4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കളോട് ഇയാൾ കടങ്ങാത്ത പകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പിതാവിന്റെ മദ്യപാനം, പരസ്ത്രീ ഗമനം അടക്കമുള്ള കാര്യങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടും കാര്യമാക്കിയില്ല. മാതാവും സഹോദരിയും വിദേശത്തേക്ക് പോകാൻ ചില ശ്രമങ്ങൾ നടത്തി, താൻ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം, അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാൾ 4 പേരെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്വാഭാവികമാണ്, അയാൾക്കൊരു മോട്ടീവ് ഉണ്ടായിരുന്നു, ആ മോട്ടീവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഇയാൾ ഉന്നയിച്ചതുപോലെ അല്ലെങ്കിൽ പ്രതിഭാഗം ഉന്നയിച്ചതുപോലെ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായി ഇതിനോടകം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. കൊലപാതകത്തിന് മുൻപോ ശേഷമോ കേതൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല തരത്തിൽ പല മാനങ്ങളിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ കോടതി പരിശോധിച്ച് തന്നെയാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയത്. നാളെ വിധി പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ വിചാരണ വൈകിപ്പിച്ചതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക നിരീക്ഷണം വല്ലതും ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കും. പരമാവധി ശിക്ഷ എന്നുള്ളത് തന്നെയായിരിക്കും പ്രോസിക്യൂഷന്റെ ഈ ഘട്ടത്തിലെ നിലപാട്. വിചാരണ വൈകിപ്പിച്ച അടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഒരുപക്ഷെ നാളെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുമ്പോൾ ഉയർത്താൻ സാധ്യതയുണ്ട്. വിജയകുമാർ. ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പ്രതിഭാഗം പറയുന്നുണ്ടായിരുന്നു, വിചാരണ നേരിടാൻ പോലും പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഈ കൂട്ടക്കൊലപാതകത്തിലെ പ്രതി എന്ന് പറയുന്നു ജിൻസൺ രാജ. അയാൾക്ക് ഈ വിചാരണയെ നേരിടാൻ പറ്റുന്നില്ല, അയാൾക്ക് അതിനുള്ള മാനസിക കരുത്തില്ല, ദുർബലനാണ് അയാൾ എന്നൊക്കെ കോടതിയിൽ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അതുകൊണ്ട് വിചാരണ നീട്ടിവെക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രക്ഷപ്പെടൽ തന്ത്രത്തിൻ്റെ ഭാഗമായ ഒരു നീക്കമായിരുന്നു എന്ന് വിചാരണ കോടതിക്ക് ബോധ്യപ്പെടാൻ പിന്നീട് അധിക സമയം വേണ്ടി വന്നില്ല എന്ന് വേണം കരുതാൻ. ഇത്തരം ഒരു വിധി അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ഇപ്പോൾ പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ശിക്ഷയിന്മേൽ നാളെ വാദം നടക്കുകയുമാണ്. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഇയാൾ മനോരോഗിയാണെന്ന് സ്ഥാപിക്കാൻ നടത്തിയ നീക്കം പൊളിഞ്ഞു. അതിൻ്റെ പേരിൽ വിചാരണ നീട്ടിവെക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കവും പൊളിഞ്ഞു, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. അതായത് ഈ സംഭവം നടക്കുന്നു, അതായത് 2017 ഏപ്രിൽ 5-ാം തീയതി ഇയാൾ ആദ്യത്തെ 3 പേരെ, അമ്മ, അച്ഛൻ, അതേപോലെ സഹോദരി എന്നിവരെ കൊലപ്പെടുത്തുന്നു. 2ാമത്തെ ദിവസം ബന്ധുവിനെ കൊലപ്പെടുത്തുന്നു. കേതലിനെ സംബന്ധിച്ച് കേതലിന് കൃത്യമായ ഒരു പ്ലാൻ, ഒരു ആസൂത്രണം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഫ്ലിപ്കാർട്ട് വഴി ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി ആ മഴു, അതായത് സ്റ്റാൻലി സ്കാർപ്പന്റെ സാക്സ് എന്ന് പറയപ്പെടുന്ന മഴു ഓർഡർ ചെയ്യുന്നത്. അതിന്റെ തെളിവടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇതിനോടൊപ്പം തന്നെ ഹാജരാക്കി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആസൂത്രണം സംബന്ധിച്ച് 1ാമത്തെ വിവരം അങ്ങനെയാണ്. 2ാമത്തേത് ഇയാൾ അതിനുശേഷം നടത്തിയത്, അതായത് 5-ാം തീയതി വൈകിട്ട് 3 കൊലപാതകം, 6-ാം തീയതി ഒരു കൊലപാതകം, 5, 6, 7, 8 ദിവസങ്ങളിൽ ആ പകൽ സമയവും 8-ാം തീയതി വൈകുന്നേരം വരെയുള്ള സമയവും ഇയാൾ ആ മൃതദേഹങ്ങൾ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു. അത് തന്നെ ആസൂത്രണം അടിവരയിടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതാവുകയാണ്. മാത്രവുമല്ല ഇയാൾ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പ്രോസിക്യൂഷൻ അടക്കം, അതായത് കേതൽ ജിൻസൺ
രാജ നടത്തിയ കൊലപാതകങ്ങളുടെ ആ കേസിൽ, നന്തൻകോട് കൂട്ടക്കൊലപാതക കേസിന്റെ പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം കോടതിക്ക് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വിജയകുമാർ, നമ്മൾ പറഞ്ഞു വന്നത് ഇയാൾ ഇത് ആസൂത്രണം ചെയ്തിരുന്നു. ഇതിന് കൃത്യമായ ഒരു ഗൂഢാലോചന സ്വഭാവം ഇയാൾക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇയാളോട് തന്നെ ഗൂഢാലോചന നടത്തിയെന്ന പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഏതാണ്ട് 3 ദിവസം ഇയാൾ ഈ പുറത്തു നിന്നുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ 5 പേർക്കുള്ള ഭക്ഷണമൊക്കെ പുറത്തുപോയി നിന്ന് വാങ്ങുന്നു, ഈ മൃതദേഹത്തിന്റെ ഒപ്പം കഴിഞ്ഞുകൂടുന്നു, അത് നശിപ്പിക്കാൻ ഒരു സമയം തിരഞ്ഞെടുക്കുന്നു. ആദ്യ ശ്രമം പാളുന്നു 7-ാം തീയതി വൈകിട്ട്. അതിനുശേഷം 8-ാം തീയതി മൃതദേഹം കത്തിച്ച് നശിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ അറിയാതെ ആ തീ പടർന്ന് ഈ കൊലപാതക വിവരം പുറത്തേക്ക് വന്നതാണ് എന്ന് പല ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഈ വിചാരണ ഘട്ടത്തിൽ വാദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിനുശേഷം ഇയാൾക്ക് കൃത്യമായ മോട്ടീവ് ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഒളിവിൽ പോയത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തുന്നുണ്ട്. കാരണം ഇയാൾ ചെന്നൈയിലേക്കാണ് ഒളിവിൽ പോയത്. അവിടെ ഒരു മുറിയെടുത്ത് താമസിച്ചു. അവിടെ TV-യിൽ ഇയാൾ തന്നെയാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തി തന്നിലേക്ക് പോലീസ് അടുക്കുന്നു എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇയാൾ അങ്ങനെ ഒരു ആസൂത്രണം അതിനകത്ത് പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളത് പറയുന്നത്. ഏതായാലും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ കോടതിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏതാണ്ട് വർഷങ്ങൾ നീണ്ട നിയമപരമായിട്ടുള്ള പോരാട്ടം, അതിനുശേഷം വിചാരണ ഘട്ടം. അതാ ഇപ്പോൾ പ്രോസിക്യൂട്ടർ നമ്മളോടൊപ്പം ചേരുക. യെസ്, 302, 436 and 201 എല്ലാ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരണ കോടതി വ്യക്തമാക്കുകയാണ്.